welcome to my channel once again, and today's video is going to be get ready with me in Malayalam. So for the viewers who don't know Malayalam, I will be putting up subtitles in English so that it is easy for you people to follow. So from the title you would be knowing that I'm going to create an inspired look from the most viral video that is of Priya Prakash Varrier. This clip which went viral was from a Malayalam movie called Oru Aadhar Love. It is an upcoming Malayalam movie. From here on I'll be talking in Malayalam. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഇന്ന് പ്രിയ പ്രകാശ് വാര്യറുടെ ഒരു ആധാർ ലവ് മൂവിന്റെ ലുക്ക് ചെയ്യാൻ പോവാണ്. ലൈക്ക് ഇറ്റ് ഈസ് ആൻ ഇൻസ്പയർഡ് ലുക്ക്. ഇതിൽ വെരി മിനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പോകുന്നു. ഈ സോങ് കണ്ടപ്പോൾ ഇതൊരു സ്കൂൾ ഗോയിങ് ഗേൾ ടൈപ്പ് ഓഫ് ലുക്ക് ആയിരുന്നു. സോ സ്കൂൾ പോകുമ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മൂവിയിൽ പ്രിയ പ്രകാശ് വാര്യർ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ വൈറൽ ആവാൻ കാരണം വന്ന് അവരുടെ എക്സ്പ്രഷൻസ് ആൻഡ് ദ കെമിസ്ട്രി ബിറ്റ്വീൻ ദ ഗേൾ ആൻഡ് ദ ബോയ്. എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഫേസിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് തുടങ്ങണം. ചിലപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ലെയറിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മാറ്റ് ഫൗണ്ടേഷൻസ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്ട്സ് വന്ന് നിങ്ങളുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ഒബ്സർവ് ചെയ്യും. സോ ഇവിടെ ഞാൻ ഓലെ വൈറ്റ് റേഡിയൻസ് ബ്രൈറ്റനിങ് ഇൻറ്റൻസീവ് ക്രീം മോയ്സ്ചറൈസർ എൻ്റെ SPF 24 യൂസ് ചെയ്യാൻ പോകുന്നു. എൻ്റെ മിറർ ഈ ഭാഗത്താണ്. സോ സംടൈംസ് ഐ വിൽ ബി ലുക്കിംഗ് അറ്റ് ദിസ് സൈഡ്. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. SPF 24 ഉണ്ട്. സോ സെപ്പറേറ്റ് സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യണം എന്ന് ആവശ്യമില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ BB ക്രീം ഓർ CC ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ കണ്ടാൽ ഷീ ഹാസ് സം ആക്നി മാർക്സ് ഉണ്ട്, ലൈക്ക് ആഫ്റ്റർ പിമ്പിൾ മാർക്സ് ലൈക്ക് മൈൻ. വെരി നാച്ചുറൽ കൈൻഡ് ഓഫ് ബേസ് മേക്കപ്പ് ആണ് കാണുന്നത്. ഞാനിവിടെ ലാക്മി 95 CC ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് കോംപ്ലക്ഷൻ കെയർ ക്രീം in the shade bronze. ഈ പ്രൊഡക്റ്റിൽ ജസ്റ്റ് 2 ഷെയ്ഡ്സ് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന് ലാക്മിയുടെ മൂസ് ഫൗണ്ടേഷൻ ലൈക്ക് ദ സെയിം ട്യൂബ് ഈ പാക്കേജിങ്ങിൽ തന്നെ വരുന്നുണ്ട്, ലൈക്ക് മൂസ് ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് എ സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ. സോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഷെയർ കവറേജ് ആണ്. ബ്രഷ് യൂസ് ചെയ്യാൻ പോകുന്നു. ദിസ് ഇസ് കോൾഡ് എ ബഫിംഗ് ബ്രഷ്. ഈ ബ്രഷ് ഹാർസ് വന്ന് ഇത്തിരി തിക്ക് ആയിട്ടുണ്ടാവും. സോ ദാറ്റ് നിങ്ങളുടെ ഫൗണ്ടേഷനോ ഇല്ല ബേസ് പ്രോഡക്റ്റോ വന്ന് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് സീംലെസ് ഫിനിഷ് തരും. നിങ്ങൾക്ക് ഞാൻ എല്ലാ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും പർച്ചേസ് ലിങ്ക് വന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. കാണുമ്പോൾ എൻ്റെ ഫേസ് ഇത്തിരി ലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇറ്റ് മേ ബി ഡ്യൂ ടു ദ ലൈറ്റിംഗ് ഡിഫറൻസസ്. പക്ഷേ ബട്ട് ഇൻ റിയൽ ലൈഫ് വളരെ നാച്ചുറൽ ആയിട്ടാണ് ഈ ബേസ് കാണുന്നത്. ഞാൻ ഈ വീഡിയോയിൽ മൊത്തം നാച്ചുറൽ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് യൂസ് ചെയ്യാറില്ല. സോ ബേസ് നമുക്ക് റെഡി ആയി കഴിഞ്ഞു. നെക്സ്റ്റ് വന്ന് നമ്മൾ നമ്മുടെ ബേസിനെ സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ മേബലിൻ ഫിറ്റ് മീ മാറ്റ് ആൻഡ് പോർലെസ് നോർമൽ ടു ഓയിലി സ്കിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദ ഷെയ്ഡ് 310 സൺ ബേജ്. സോ കോമ്പാക്ട് പൗഡർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബേസിനെ സെറ്റ് ചെയ്യാനും പിന്നെ ലൈക്ക് ക്രീസസ് ഒന്നും ഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എൻ്റെ T zone ലൈക്ക് ദ ഓയിലി ഏരിയ T zone is where I get much oily and eyelidsum under eyes മാത്രം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാൻ ഇതിൽ വരുന്ന സ്പഞ്ച് കൊണ്ട് തന്നെ സെറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ടേക്ക് ദ പ്രൊഡക്റ്റ്
പിന്നെ ഈ പ്രോഡക്റ്റ് സ്പഞ്ചിലായി കഴിഞ്ഞ ശേഷം ഈ ടാപ്പിംഗ് മോഷൻസിൽ സെറ്റ് ചെയ്യണം. നോക്കുമ്പോൾ ഇവർ ബേസ് മേക്കപ്പ് വന്ന് കുറെ മാറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, ലൈക്ക് നോ ഷൈൻസ്, നോ ഹൈലൈറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്ന് ബ്രൗസ് ആണ്. സോ പ്രിയ പ്രകാശ് വാര്യരുടെ ബ്രൗസ് ഒന്ന് നോക്കിയാൽ ബ്രൗസ് ഫില്ലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ക്ലിപ്പ് കാണുമ്പോൾ എന്താ തോന്നുന്നു വെച്ചാൽ പ്രിയാന്റെ ഈ ക്രീസിൽ ഇത്തിരി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഐലൈനർ വന്ന് ഈ കാജലോ ഇല്ലേ സോളിഡ് പ്രോഡക്റ്റ് കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഈ ബിറ്റ് ഓഫ് സ്മഡ്ജിങ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ജെൽ ഐലൈനർ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കാജൽ പെൻസിൽ. ഞാൻ മോസ്റ്റ്ലി ജെൽ ഐലൈനർ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു. ഞാൻ ഇവിടെ LA Girl Pro Face HD High Define Matte Press Powder യൂസ് ചെയ്യാൻ പോകുന്നു ഇൻ ദ ഷെയ്ഡ് വാം ഹണി. ഈ ഷെയ്ഡ് വന്ന് എൻ്റെ ബ്രോൺസിങ് ഷെയ്ഡാണ്. ഇവയുടെ ക്രീസ് വന്ന് ഇത്തിരി ലൈറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബ്രോൺസർ പ്രിഫർ ചെയ്യുന്നു. ഞാൻ ഈ ഫ്ലഫി കൈൻഡ് ഓഫ് ആംഗിൾഡ് ബ്രഷ് എടുത്ത് ഈ ക്രീസ് ഡിഫൈൻ ചെയ്യാൻ പോവാ. നമ്മുടെ ക്രീസ് ഡിഫൈൻ ചെയ്ത് തീർന്നു. നെക്സ്റ്റ് ഞാൻ ഈ ഐലൈനർ ബ്രഷ് എടുത്ത് എൻ്റെ മ്യൂസിക് ഫ്ലവർ 24 hour long wear gel eyeliner in the shade black ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് to line my upper lash line. So coming to the liner, ഇവരുടെ ടോപ്പ് ഐലാഷിന്റെ ലൈനർ വന്ന് തിക്കായിരുന്നു. ലൈക്ക് നമ്മുടെ ഐസ് ഓപ്പൺ ചെയ്താൽ സ്പേസ് കാണാത്ത പോലെ ഉണ്ടായിരുന്നു. ഞാൻ സെയിം കൈൻഡ് ഓഫ് ഐലൈനർ മിമിക് ചെയ്യാൻ പോകുന്നു. ഞാൻ ഓൾറെഡി ഈ ഐ ചെയ്ത് കഴിഞ്ഞു. സോ തന്നെ ഞാൻ ഇവിടെ മിമിക് ചെയ്യാൻ പോകുന്നു. സ്റ്റെപ്പ് വന്നു ഐലൈനറിനെ സ്മഡ്ജ് ചെയ്യുന്നതാണ്. നമ്മൾ അതിൻ്റെ സ്ഥലത്ത് തന്നെ സ്മഡ്ജ് ചെയ്യണം. സോ ഞാൻ ഇങ്ങനത്തെ സ്മഡ്ജിങ് ബ്രഷ് ഒരു സ്പഞ്ച് ടിപ്പ് ആപ്ലിക്കേറ്റർ എൻ്റെ ബ്ലാക്ക് ഐ ഷാഡോ ഫ്രം Maybelline Nudes പാലറ്റ്. ഈ ബ്ലാക്ക് ഐ ഷാഡോ യൂസ് ചെയ്ത് ടോപ്പ് ലാഷ് ലൈനിനെ സ്മഡ്ജ് ചെയ്യാൻ പോകുന്നു. ഐലൈനറിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ the best way to correct it is a cotton bud dipped in a makeup remover. So ഇവിടെ ഞാൻ Garnier Skin Naturals micellar water യൂസ് ചെയ്യുന്നു. I'm not satisfied with the wing, so I'm going to remove this and recreate the wing again. See, it is very simple to remove any mistakes using this micellar water. Next step, lower lash line aanu. So, Priya lower lash line നോക്കിയാൽ ഇറ്റ്സ് നോർമൽ കാജൽ ലൈനർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോവർ വാട്ടർ ലൈനിന്റെ ഇന്നർ റിം മാത്രമാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ദ സെയിം. ഞാൻ ഇവിടെ നൈക്ക IM ബ്ലാക്ക് കാജലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ ബ്ലാക്കസ്റ്റ് കാജൽ. ലോവർ ലാഷ് ലൈൻ കാജൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ സ്റ്റേ ഫോർ 2 to 4 hours. അതിനുശേഷം ഇഫ് യുവർ സ്കിൻ ഇസ് വെരി ഓയിലി, എൻ്റെ ലൈക്ക് ലോവർ ലിഡ് എൻ്റെ അപ്പർ ലിഡ് ഒക്കെ ഭയങ്കര ഓയിലി ആണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 to 4 hours ശേഷം നമ്മുടെ കാജൽ സ്മഡ്ജ് ആവും. സോ അത് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ ടിപ്പ്.
black eyeshadow, ഒരു flat brush. നമ്മുടെ black eyeshadowൽ ഇതിനെ ലൈറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ കാജലിന്റെ മുകളിൽ ഇത് പാറ്റിംഗ് മോഷനിൽ വെച്ച് സെറ്റ് ചെയ്യണം. സിമിലർ ടു സെറ്റിംഗ് യുവർ ബേസ് യൂസിങ് ദ കോമ്പാക്ട് പൗഡർ. യൂസ് ചെയ്ത് നമ്മൾ ഏത് കാജലിനെയും സ്മച്ച് പ്രൂഫ് ആക്കാൻ പറ്റും. സോ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് വന്ന് ഡിഫൈനിങ് ദ ലിപ്സ്. സോ ഈ വീഡിയോയിൽ കണ്ടാൽ പ്രിയയുടെ ലിപ്സ് വന്ന് വളരെ നാച്ചുറൽ ആണ്. ലൈക്ക് ഓവർലൈനിങ് ഇല്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി നാച്ചുറൽ. അവരുടെ നാച്ചുറൽ ലിപ് ഷേപ്പിനെയാണ് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ലിപ് ഷെയ്ഡ് കണ്ടാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പീച്ചി ബ്രൗൺ കളർ. സോ എൻ്റെ അടുത്ത് ഈ എക്സാക്ട് ഷെയ്ഡ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. NYX lip lingerie in the shade ruffle trim. It's a peach kind of nude. ഈ ഷെയ്ഡ് കുറച്ചുകൂടെ പീച്ചിഷ് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ട് ടു മിമിക് ദ സെയിം Priya's look, we need a hint of brown. So ഞാൻ കളർ ബാർ കിസ് പ്രൂഫ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ ഷെയ്ഡ് ഹോട്ട് ലാറ്റെ 07 ആണ്. ബിറ്റ് ഓഫ് ലൗഡ് ആയി. സോ ഇത് കുറച്ചുകൂടിയും മ്യൂട്ട് ചെയ്യാൻ വേണ്ടി NYX ലിപ് ലോഞ്ചറിൻ്റെ പ്രിയയുടെ ഹെയർ വന്ന ഒരു സൈഡ് ബ്രേഡ് ആണ്. സോ അക്കോർഡിംഗ് ടു ദ വീഡിയോ അവരുടെ പാർട്ടീഷൻ വന്ന് സൈഡ് പാർട്ടീഷൻ ആയിരുന്നു ടു ദ എക്സ്ട്രീം സൈഡ്. സോ ഞാൻ അതാ ചെയ്തിരിക്കുന്നത്. ഈ സോങ്ങിൽ പ്രിയയുടെ ഹെയർ ഫുൾ ആയിട്ട് കാണുന്നില്ല. സോ ഞാൻ ഒരു ബ്രൈഡാണ് ചെയ്തിരിക്കുന്നത്, കൈൻഡ് ഓഫ് എ സൈഡ് ബ്രൈഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ആൻഡ് ഓൾസോ ഇഫ് യു വിഷ് ടു ഷെയർ ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ ഇറ്റ്. And guys, if you're new to my video, please do subscribe to my channel by clicking the subscribe button down below. It's absolutely free. So if you want more of a Malayalam tutorial, Malayalam get ready with me, any kind of video, please let me know through the comment section. Please do follow me on my Instagram page, and my Instagram handle will be linked directly down below in the description box. All my social media links will be down below in the description box. You can directly click and go and follow me there. Guys, I would like to give a bit of disclaimer here before I get any kind of hate comments. You know, Priya's face shape and my face shape, my eye shape, everything is different. She has her own best features and I have my own best features. So please don't compare her look to mine. I'm not trying to transform myself into her. I'm just mimicking the look she has. People feeling like the light has just come. We must never stop the എനിക്കൊന്നും ഇത് സൂട്ടാവുമെന്ന് തോന്നുന്നില്ല. Oh God, this hair, come on. How can she keep her hair in that?